കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അർജുനും പിങ്കിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയം അർജുൻ പറഞ്ഞു, അതെ പിങ്കിക്ക് ഞാനൊരു തടസ്സമാവൂല ജീവിതത്തില്, പിങ്കിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ പോകാന്ന് പറയണേ. ഇത് കേട്ടത് പിങ്കി പറഞ്ഞു, എനിക്കങ്ങനെ പോകണമെന്നൊന്നും ഇല്ലാന്ന് പറയണേ. അർജുൻ പറഞ്ഞു, എന്നെങ്കിൽ കുഴപ്പമില്ല, പിങ്കി ഇവിടെ നിന്നു, വേണമെങ്കിൽ ഞാൻ പോയി മാറി തന്നേക്കാം. ഇനിയിപ്പൊ ഞാൻ പിങ്കിയുടെ ജീവിതത്തിലൊരു തടസ്സമാകുന്നില്ല. പിങ്കിക്ക് ഡിവോഴ്സ് തരാന്ന് പറഞ്ഞു തന്നെ ഞാൻ പിങ്കിയുടെ സ്വപ്നങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി മാത്രമാണെന്ന് പറയാം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, അർജുന് എന്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞാന്ന് അർജുനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. അർജുൻ പറഞ്ഞു, ഇത് ഇവന്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഏറെ പ്രതീക്ഷയോട് കൂടി മുറിയിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയില്ലേ. ആദ്യ രാത്രി തന്നെ പിങ്കി ഗൗതമേട്ടനെ ഫോൺ വിളിക്കുന്ന കണ്ടപ്പോ തന്നെ ഞാൻ ആകെ തകർന്നു പോയതാന്ന് പറയാം. പിങ്കി പറഞ്ഞു, അപ്പൊ കുറ്റക്കാരി മുഴുവൻ ഞാനല്ലേ? അപ്പൊ ഇതിന് കുറ്റം ചെയ്ത് ഞാൻ മാത്രമല്ലല്ലോ, വേറെ ആളും കൂടെ ഉണ്ടല്ലോ, ഗൗതം. അപ്പൊ ഗൗതത്തിന് പരിശുദ്ധനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചില്ലേന്ന് ചോദിക്കാം. എന്റെ മനസ്സില് ഗൗതമേട്ടനായിരുന്നു ഒന്നാം പ്രതിയായിട്ടുണ്ടായിരുന്നേ. ഒരു പക്ഷേങ്കില് നേരത്തെ നിങ്ങള് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു 1.5 വർഷക്കാലം ഇങ്ങനെ സമനില തെറ്റിയ പോലെ നടക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു പറയാം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, അതിന് ഞാൻ മാത്രമാണ് തെറ്റുകാരി. അർജുൻ എന്നോട് ഒരു വാക്ക് സംസാരിക്കായിരുന്നല്ലോ. ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അർജുൻ എന്താ ചെയ്തേ? ഒളിച്ചോടുവല്ലേ ചെയ്തേ. സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണെങ്കിൽ അങ്ങനെ തീർക്കാനുള്ളതിന് അർജുൻ എല്ലാവരും ഒളിച്ചോടി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അർജുൻ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അർജുൻ പറഞ്ഞു, പിങ്കി എന്താ വിചാരിച്ചോണ്ട്? ഞാനൊരു പട്ടാളക്കാരനാ. തോക്കിലെന്ന് പറയുന്ന ഏത് വെടിയുണ്ട് നേരിടാനുള്ള ചങ്കൂറ്റത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേങ്കില് സ്വന്തം ഭാര്യയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാരെന്നല്ല ഏത് പുരുഷനോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെന്താ പിങ്കി ചിന്തിക്കാത്ത? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഡിവോഴ്സ് പിങ്കിക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ഒന്ന് ഞാൻ വിടാന്ന് പറഞ്ഞേ. ഇതിപ്പം ഞാനായിട്ട് പിങ്കിയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട പിങ്കി പറഞ്ഞു, വന്നപ്പോ തുടങ്ങിയതാണോ ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഞാൻ ഉടനെ നിങ്ങളുടെ കാലി വന്ന് വീഴുന്നു വിചാരിച്ചോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രം അർജുൻ. നിങ്ങളുടെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കാലി വന്ന് വീഴാൻ പോകുന്നില്ല. അത്രയ്ക്കൊരു ഗതികെട്ട പെണ്ണുമല്ല ഞാൻ. പിന്നെ നിങ്ങളെക്കുറിച്ച് അല്ല എന്നെക്കുറിച്ച് വന്നപ്പോ തന്നെ നന്ദ എന്തേലുമൊക്കെ പറഞ്ഞു തന്നാണോ അല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ട അർജുൻ അങ്ങോട്ട് ദേഷ്യം വന്നു. വെറുതെ അനാവശ്യം പറയരുത്. നന്ദ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പിങ്കിയെക്കുറിച്ച് തെറ്റായ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നലുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല എന്ന് പറയണം. പിന്നീട് പിങ്കി പറഞ്ഞു, എനിക്കറിയാം ഞാൻ ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറയാം. ഞാൻ ഇനിയിപ്പോൾ അർജുന്റെ ജീവിതത്തിൽ ഒരു കരടാകുന്നില്ല. അർജുനോട് താമസിച്ചോ, ഞാൻ പൊയ്ക്കോളാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞല്ല, അറിയാലോ. ഇനിയിപ്പൊ പിങ്കിക്ക് ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പിങ്കി ഇവിടെ എത്ര കാലം വേണം നിന്നോ, എനിക്കത് കുഴപ്പമില്ല എന്ന് പറയാം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, അർജുൻ പോയിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണോ തോന്നുന്നത്? അർജുനൊന്ന് ഓർത്ത് നോക്കി. അർജുൻ പോയതിനു ശേഷം ഒരു 1.5 വർഷം ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നു, ആരുമില്ലാത്തവളെ പോലെ. ഇനി എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ട് ഒരുക്കുമല്ല. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ചില വേദനകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അർജുനും വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി പിങ്കിയുടെ മനസ്സെന്താന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റൂമിൽ തന്നെ കഴിയാം അന്യരെ പോലെ. പക്ഷെ എല്ലാവരുടെ മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും എന്ന് പറയാം. പക്ഷെ എന്തെങ്കിലും പിങ്കിക്ക് നമ്മുടെ തമ്മിൽ ഒരു ആദർശം മറയുണ്ടായിരിക്കും. എന്തെങ്കിലും ആ മറ നീക്കി എൻ്റെ അടുത്തേക്ക് പിങ്കിക്ക് വരണമെന്ന് തോന്നുവാണെങ്കിൽ പോരെ, എനിക്ക് തടസ്സങ്ങളൊന്നുമില്ല. അതുവരെ ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് പോവുകയാണ്. പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് അർജുൻ ചെന്നിരിക്കുമ്പോൾ അരുന്ധതിയും വന്നു. അപ്പൊ പിങ്കി വന്ന് അർജുന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ അർജുൻ ദോശ ചമ്മന്തിയൊക്കെ കഴിച്ചു. ഈ സമയത്ത് മോഹിനി ഉപ്പാവൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇതേ പവിത്രബോൾ ഉണ്ടാക്കി നല്ല ചൂട് ഉപ്പാവാന്ന് പറയണ. അർജുൻ മോന് വേണ്ടേന്ന് ചോദിക്കാം. വേണം, അതെ ഇതൊന്ന് ഞാൻ കഴിച്ചോട്ടെ, അതിനുശേഷം അത് ഞാൻ കഴിക്കാന്ന് പറയണം. ഈ സമയം ലക്ഷ്മി അമ്മ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അരുത് വെച്ച്, നീ എന്താ ലക്ഷ്മി കാല് വന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നേ? നീ ആരെ നോക്കി നിൽക്കുന്ന? പിങ്കി പറഞ്ഞു, ആരെ നോക്കി നിൽക്കാനാ, ഗൗതമനെ നന്ദേനെ നോക്കി നിൽക്കുന്നതായിരിക്കും. രണ്ടും കൂടെ അടി ഉണ്ടാക്കിയെന്നൊരു പേടി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, അതിനവര് അടി ഉണ്ടാക്കാത്ത സമയം എപ്പോഴേലും ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, അതെ സ്നേഹമുള്ളിടത്തേക്ക് അടി ഉണ്ടാവുള്ളൂ. അവർ തമ്മിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ അടി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയണേ. ഇത് പിങ്കിക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അരുത് പറഞ്ഞു, ലക്ഷ്മി നീ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരെ, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ വന്നോളും, വെറുതെ എന്തിനാ അവിടെ പോയി മുകളിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് പറയാണ്. ഈ സമയത്ത് ഗൗതമൻ നന്ദ അങ്ങോട്ട് ചിരിച്ച് സന്തോഷിച്ച് അങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ടേ. ഈ വരവ് കണ്ട പിങ്കിക്ക് ഒന്നും സഹിച്ചില്ല അങ്ങോട്ട്. പിങ്കിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി, അരുന്ധതിയുടെ മുഖം വല്ലാതായി. അല്ല
എന്താ അമ്മ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കുന്നത്, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മയോടെ വന്ന് ചോദിച്ചേ. ലക്ഷ്മിയമ്മ ഓർത്തു, ഞാൻ ഓർത്ത് ഇത്ര സമയം കാണഞ്ഞിട്ട് ആകെപ്പാടെ അങ്ങ് ടെൻഷനായിപ്പോയി, ഇനി രണ്ടുപേരും കൂടെ വല്ല അടി ഉണ്ടാക്കിയോ, ഇന്നലെ രാത്രി മൊത്തം എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറയണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അടി വെക്കാനോ, അതൊക്കെ വെറുതെ അമ്മയോട് തോന്നൽ മാത്രമല്ലേ എന്ന് ചോദിക്കും. അല്ല എന്താ എല്ലാരും എന്താ ഇങ്ങനെ അന്താളിപ്പോടെ നോക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നമ്മളൊരു അടി കാണാനായിട്ട് കാത്തിരുന്ന പ്രേക്ഷകരല്ല, പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നന്ദയും ഗൗതം ഒന്ന് ചിരിക്കുക. അവർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഏകദേശം എന്താന്നുള്ളത്. പിങ്കിയും അരുന്ധതിയൊക്കെ അല്ലേ അവരെന്തിനു വേണ്ടിയാ കാത്തിരുന്നേന്നും മനസ്സിലായി. പിന്നീട് ഗൗതം പറഞ്ഞു, അതെ നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. കാര്യം പറയാൻ എന്ത് കാര്യം? അല്ല നന്ദ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറയാം. അങ്ങനെ നന്ദ പറഞ്ഞു, അതെ ഞാൻ അർജുനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പറയാം. നേർച്ച എന്ത് നേർച്ച? അല്ല കുടുംബക്ഷേത്രത്തില് ഒരു വഴിപാട് അർജുനെ കൊണ്ടുപോയി ഒന്ന് രണ്ട് വഴിപാടുകളൊക്കെ നടത്താനുണ്ട്, അതാന്ന് പറയണേ. അപ്പൊ നാളെ തന്നെ പോയേക്കാം, ഞാൻ ലീവ് എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മി അമ്മ, അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി, ആദ്യം ക്ഷേത്രത്തിൽ പോണ്ടായിരുന്നു, ആ കാര്യമൊക്കെ മറന്നുപോയി. പക്ഷെ നന്ദമോൾ ഓർത്തിരുന്നല്ലോ, അതാ പറയണേ കുടുംബത്തിൽ ഇങ്ങനെ എല്ലാം ഓർത്തിരിക്കുന്ന ഒരാളെങ്കിലും വേണമെന്ന് പറഞ്ഞു. പക്ഷേങ്കില് പിങ്കി പറഞ്ഞു, അല്ല നന്ദ മാത്രം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നന്ദയുടെ ഗൗതത്തിന്റെ കാര്യമാണ് ഓക്കെ, അവർക്ക് തന്നെ എപ്പൊ വേണം പോകാൻ വരാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എല്ലാരും കൂടെ പോകുന്ന കാര്യമല്ലേ, അപ്പൊ നേരത്തെ പറയണ്ടേ, ഇത് എന്റെ അർജുന്റെയും കൂടെ കാര്യമാണ്, നേരത്തെ പോകണ്ടേ. അപ്പൊ നേരത്തെ അല്ല നേരത്തെ പോകണ്ട, നേരത്തെ പറയണ്ടേ, അല്ലാതെ കൃത്യം മുഹൂർത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, ശരിയാ പിങ്കി മോള് പറഞ്ഞില്ല, ആ പറഞ്ഞില്ലോ ന്യായമുള്ള കാര്യമാണ്. കാരണം ഇത് നന്ദയാണോ തീരുമാനിക്കുന്നത്, ഇവിടെ കാർന്നോത്തിയായിട്ട് ഞാനുണ്ട്, എന്നോടൊരു വാക്ക് പറയണം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ്, അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ ലക്ഷ്മിയൻ പറഞ്ഞു, അതിനിപ്പോ ഇത്രമാത്രം ഒന്നും ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമുള്ളൂ, എന്ത് കാര്യമാണെങ്കിലും ശരി സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുത്ത് എല്ലാവരും പറയുമല്ലേ ചെയ്യേണ്ടത്. ഇത് കേട്ടപ്പോൾ ഗൗതം നന്ദയെ നോക്കി. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദ പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, അർജുൻ വന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നേർച്ച നടന്ന, അതിപ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമോ എന്നൊന്നും വിചാരിച്ചില്ല, അപ്പൊ എല്ലാവർക്കും സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ, അർജുൻ ഇവിടെ ഉള്ളപ്പോഴല്ലേ നേർച്ച കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അതെ എനിക്ക് നന്ദയെടുത്ത് പറഞ്ഞുകൊണ്ട് യോജിപ്പ്, കാരണം നന്ദ എന്റെ ഏട്ടത്തിയാണ്, ഏട്ടത്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കേണ്ട കടമയുണ്ട്. കാര്യം മാത്രമല്ല അവർ പറയുന്ന നല്ല കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയാൻ ചെയ്യാം, അതുകൊണ്ട് നാളെ ഉറപ്പായിട്ടും ക്ഷേത്രത്തിലേക്ക് ഞാൻ വരൂന്ന് പറയണം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, അത് അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ, അർജുൻ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് ചോദിക്കാം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അതെ പിങ്കി എന്റെ ഭാര്യയാണെങ്കിൽ പിങ്കി എന്നോടൊപ്പം വന്നിരിക്കുമെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, അതെന്ന് അർജുൻ മോനെ അങ്ങനെ പറയണേ, പിങ്കി പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യമില്ലേ, എന്ത് ന്യായം, അവൾ എന്റെ ഭാര്യയാണ് എന്നോടൊപ്പം വരുമെന്ന് പറയാം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ശരി എനിക്ക് തടസ്സമൊന്നുമില്ല, ഞാൻ അർജുനോടെ വന്നോളാന്ന് പറയണം. ഒരു നിമിഷം നന്ദയും ഗൗതം പരസ്പരം നോക്കുകയാണ്. പിങ്കിക്കിട്ടും അരുന്ധതിക്ക് നല്ല ഒരു തിരിച്ചടി കിട്ടി. അർജുൻ ഇങ്ങനെ പറയുന്ന ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല. കാരണം പിങ്കി ഭാര്യയാന്ന് പറഞ്ഞപ്പോൾ പിങ്കിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും എതിർത്ത് പറയാനും പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന സാന്ദ്ര പിങ്കിനെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ പിങ്കിനെ കണ്ടിട്ട് പിങ്കി ചോദിച്ചു, അല്ല നീ അർജുനുമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോന്ന് ചോദിക്കാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തലയ്ക്ക് പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയാന്ന് പറയണം. അറിയാലോ നാളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം, ഇനി അവിടെ പോയി കുറച്ച് വഴിപാടുകൾ എന്തൊക്കെയോ കഴിക്കാനുണ്ട് പോലും. ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ നീ കണ്ടില്ലേ നന്ദ എല്ലാവരുടെ മുന്നിൽ നല്ല ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കില്ലേ എല്ലാ അർത്ഥത്തിലും. ഒരുപക്ഷെ ഗൗതമും നന്ദയും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരല്ല, പക്ഷെ അവരെല്ലാവരുടെയും കൺമുന്നില് നല്ല ഭാര്യ ഭർത്താക്കന്മാരാ, എല്ലാവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്നുണ്ട്. എന്താ നിനക്ക് അങ്ങനെ ചെയ്തുകൂടെന്ന് ചോദിക്കുക. അല്ല നീ എന്താ സാന്ദ്ര ഉദ്ദേശിച്ചേ, നീ അർജുനെ കയ്യിലെടുക്കണം, അർജുനെ സ്നേഹം കൊണ്ട് നീ മൂടണം എന്ന് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നീ അർജുനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുമെങ്കിലും വേണം, അർജുന്റെ വിശ്വാസം നീ കയ്യിലെടുക്കണം, അർജുനെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണം, പിന്നീട് നീ പറയുന്ന മാത്രം അർജുൻ അനുസരിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ സ്വപ്നങ്ങളെല്ലാം സാധ്യമാണെന്ന് പറയാം. അതെങ്ങനെ നടക്കുമെന്നാ നീ പറയണേ. അർജുനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് ഗൗതം വന്ന് അറിയത്തില്ലേ, ഗൗതമിന് മനസ്സിലാവല്ലേ ഞാനും അർജുനും ഭയങ്കര സ്നേഹത്തിലെന്ന്. അങ്ങനെയാണ് പിന്നീട് എനിക്ക് ഗൗതത്തിനെ നഷ്ടപ്പെടൂലേ. നീ എന്ത് പൊട്ടത്തരെ പറയണേ, പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് പറയാം. അയ്യോ നീ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം, ഗൗതത്തിനെ നീ അറിയിക്കണം, നീ അർജുനും തമ്മിൽ യഥാർത്ഥമുള്ള സ്നേഹമല്ല, നീ അർജുന്റെ മുന്നിൽ അഭിനയിക്കുക എന്നുള്ള കാര്യം ഇത് ഗൗതത്തിനെ അറിയിക്കണം. അങ്ങനെ അറിയിക്കുവാണെങ്കിൽ ഗൗതത്തിനെ നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, ഗൗതത്തിനെ നിനക്ക് സ്വന്തമാക്കാനും പറ്റും. അങ്ങനെ കുരുട്ടുബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് സാന്ദ്ര പിങ്കിക്ക്.
എല്ലാം കേട്ട് കഴിഞ്ഞ് പിങ്കി പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആവാന്ന് അറിയത്തില്ല, എന്തുകൊണ്ടാകത്തില്ല. നന്ദ കാണിക്കുന്ന കണ്ടില്ലേ, നന്ദയുടെ ചൊൽപ്പടിക്കല്ലേ ഇപ്പൊ ഗൗതം നിൽക്കുന്നത്. അതുപോലെ നീ പറയുന്ന പോലെ തന്നെ നിന്റെ ചൊൽപ്പടിക്കും അർജുൻ നിൽക്കണം. എന്താ, നിനക്ക് അതിനെ ഒരുക്കുമല്ലേ? സ്നേഹം കൊണ്ട് മാത്രമേ ഇനി കീഴടക്കാൻ പറ്റുള്ളൂ. ഇത്രയും നല്ലൊരു ഓഫർ ഇനി നിനക്ക് കിട്ടാനില്ല മോളെ എന്ന് പറയണം. അങ്ങനെ ആ തീരുമാനങ്ങൾ എടുക്കുകയാണ്. പിന്നീട് അരുന്ധതി വന്നിട്ട് പറഞ്ഞു, എന്താണെങ്കിലും നാളെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവല്ലേ, അപ്പൊ അവിടെ വെച്ചൊരു കാര്യം ചെയ്യാം, അർജുനും പിങ്കിയും തമ്മിൽ വീണ്ടും ഒന്നുകൂടെ മാല അണിയിക്കട്ടെ, അവര് നല്ലൊരു കുടുംബജീവിതം നയിക്കട്ടെ. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളൊക്കെയല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തില്. ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരിയാ, അവർ തമ്മിൽ മാലയിട്ട് ഒന്നുകൂടെ വിവാഹിതരാകട്ടെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് വീണ്ടും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്താൻ പറ്റും, അവരുടെ ഒരു പുതു ജീവിതം ആയിക്കോട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അർജുനോ പിങ്കിക്കോ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിങ്കിയിൽ ഒരു ഞെട്ടലൊക്കെ ഉണ്ടായി, പക്ഷെ പിങ്കി അത് കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ പോയി നിൽക്കുകയാണ്. അരുന്ധതി മാത്രം വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തിരുമേനി എന്ത് ചെയ്യുക, 2 മാല പൂജിച്ചങ്ങ് കൊടുക്കുകയാണ്. മോഹിനിയാണ് അത് വാങ്ങുന്നത്. മോഹിനിയോട് പറഞ്ഞ് നല്ലൊരു കുടുംബജീവിതം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാല അവർക്ക് കൈമാറി പരസ്പരം അണിയിക്കാൻ പറയുകയാണ്. അങ്ങനെ മോഹിനി മാലയും കൊണ്ട് എന്നിട്ട് പറഞ്ഞു, അരുന്ധതി അടുത്ത് വരേണ്ടതായിരുന്നു, പക്ഷെ ചില സാഹചര്യങ്ങൾക്കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഏടത്തി എന്നോട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാര്യത്തിന് ഒരു മുടക്കവും വരില്ല, ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന്. അത് മാത്രമല്ല ഉടനെ തന്നെ ഈ ഇന്ത്യവരത്തിന്റെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം മാല അണിയിച്ചോളാൻ പറയണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം മാല അണിയിക്കാനായിട്ട് രണ്ടുപേരുടെ കയ്യിലേക്ക് മാല കൊടുത്തു. പിങ്കി ഒരു നിമിഷം ഒന്ന് ഗൗതത്തിനെ നോക്കി. ഗൗതം ഒന്നും മൈൻഡ് ചെയ്ത് പോലുമില്ല. അങ്ങനെ അർജുൻ പിങ്കിയുടെ കഴുത്തിൽ മാലയിട്ടു, പിങ്കി അർജുന്റെ കഴുത്തിൽ മാലയിട്ടു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് മോഹിനോട് രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, അതെ, ഞാൻ ഇതിനു മുമ്പ് പല പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ, എൻ്റെ മനസ്സിൽ പല പല ടെൻഷനുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് ഗൗതമേട്ടനോടായിരുന്നു. ഗൗതമേട്ടൻ എന്നെ ചതിച്ചെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാൻ തോന്നാത്ത പല പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അർജുൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം വല്ലാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ മുന്നിൽ വെച്ചാണ് അർജുൻ ഈ തുറന്നു പറച്ചിലൊക്കെ നടത്തുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പം വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് കുറച്ച് വൈകുന്നുണ്ട്, കാരണം കറണ്ട് ഇപ്പോഴത്തന്നെ ആണെങ്കിലും ഇല്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും വീഡിയോസ് ഒക്കെ ഇടുക. അതുപോലെ തന്നെ കിരണിന്റെ കല്യാണിന്റെ വിശേഷമൊന്നും വന്നിട്ടില്ല. ഫുൾ വിശേഷം വരുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ അത് ഇടാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.